മറ്റൊന്ന് ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവിയായ ഇസ്ര അൽ ദിൻ അൽ ഹദ്ദാദിനെ ഇസ്രായേൽ സേന വധിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. IDFന്റെ വലിയൊരു ഓപ്പറേഷനിലാണ് ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗാസ സിറ്റിയിൽ ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ കൂടി IDF അവകാശപ്പെടുന്നുണ്ട്. ഒക്ടോബർ 7-ന് നമുക്കറിയാം ഇസ്രായേൽ നേരെ നടന്ന വലിയൊരു ആക്രമണം, അതിൽ ആയിരക്കണക്കിന് ഇസ്രായേലികൾ കൊല്ലപ്പെടുന്നു. തുടർന്ന് ഹമാസുമായുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇതിൽ പങ്കുവഹിച്ച ഒരാളാണ് ഇയാളെന്നും IDF വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലുകാരെയൊക്കെ ബന്ദികളാക്കിയ സ്ഥലം പൂർണ്ണമായും ഇയാളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ ബന്ദികളെ ഉപയോഗിച്ച് മനുഷ്യ കവചം തീർത്താണ് ഇയാൾ പലപ്പോഴും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇയാൾക്കൊപ്പം മറ്റ് 2 ഹമാസിന്റെ നേതാക്കൾ കൂടി കൊല്ലപ്പെട്ടു വ്യത്യസ്ത ആക്രമണങ്ങളിൽ എന്ന് IDF അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അജയ്, സുധ, ബിജു? ഈ ഹമാസിന്റെ ഏറ്റവും പ്രധാനിയാണ് ഇസ്ര അൽ ദിൻ എന്ന് മനസ്സിലാക്കുന്നു. ഇയാളാണ് പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്കും വലിയ ക്രൂരതകൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഈ ഇസ അൽദിൻ എന്ന് പറയുന്ന ഭീകരൻ 1980-കൾക്ക് ശേഷമാണ് ഈ ഹമാസിലേക്ക് വരുന്നതും അതുപോലെ ഇയാളുടെ ഒരു പ്രത്യേകത അവിടുത്തെ മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ ബന്ധം പുലർത്തി അധികാര ശ്രേണിയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അത് കാരണം തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് സിൽവാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇയാൾ ആ ഒരു സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും. ഇപ്പോൾ എന്തായാലും സെപ്റ്റംബറിൽ 7-ന് നടന്നിട്ടുള്ള ഈ ഇസ്രായേൽ നടന്നിട്ടുള്ള ആ ഒരു വ്യാപക ആക്രമണത്തിന് പിന്നിൽ ഇയാളും ഭാഗമായിരുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ IDFന് ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ ട്രാക്ക് ചെയ്യാൻ നേരത്തെ തന്നെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും മേഖലയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാസയിൽ നേരത്തെ വെടിനിർത്തൽ കാരണം നിർത്തിവെച്ചിരുന്ന ആ ആക്രമണങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇസ്രായേൽ വീണ്ടും ആരംഭിച്ചിരുന്നു. പല മേഖലകളിലും ഇത്തരത്തിൽ ഈ ഹമാസിൻ്റെ ഭാഗത്തുള്ള തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ അവർ ഊർജിതമാക്കിയിരുന്നു. ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഗാസ സിറ്റിയിൽ നടന്നിട്ടുള്ള ഒരാക്രമണത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇയാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ IDF പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ഇയാൾ മാത്രമല്ല 11 പലസ്തീനികൾ ഉൾപ്പെടെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 60ഓളം നിരപരാധികൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഇത് കാരണം. ശരി അജയ്, സുധാ, ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇയാളെ കുറിച്ച് പരിശോധിച്ചാൽ ആരാണ് ഇസ്രുദ്ദീൻ അൽ ഹദ്ദാദ് എന്ന് നമ്മളത് പരിശോധിച്ചാൽ ഇയാൾ ഗാസയിലെ അവസാനത്തെ മുതിർന്ന സൈനിക കമാൻഡറാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ യഹിയ സിൻവാറും സഹോദരൻ മുഹമ്മദ് സിൻവാറും നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാൾ മേധാവിയായി ചുമതലയേറ്റത്. അൽ ഖസാമിൻ്റെ ഭൂതം എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. അത്രത്തോളം വലിയ ക്രൂരനായിരുന്നു. ഇസ്രായേലിൻ്റെ പല വധശ്രമങ്ങളിൽ നിന്നും ഇയാൾ മുൻപ് രക്ഷപ്പെട്ടിരുന്നു. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇസ്രായേൽ $7,50,000 പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ 2 മക്കളും മുൻപ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ട്. മുഹമ്മദ് സിൻവാറിന് പകരമായി നേരത്തെ പറഞ്ഞതുപോലെ തലപ്പത്തെത്തിയ ശേഷം മുതൽ നിരവധി ക്രൂര പ്രവർത്തനങ്ങൾ ഇയാളുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിൽ പ്രധാനം ഈ മനുഷ്യ കവചമായി ബന്ദികളെയൊക്കെ ഉപയോഗിക്കുകയും അതിന് വിസമ്മതിക്കുന്നവരെ കൊലപ്പെടുത്തുകയും മറ്റും ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു ഇയാൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപിന്റെ പല കരാറുകളും യുദ്ധത്തിന് ശേഷമുള്ള പല കരാറുകളും ഇരുപക്ഷവും അംഗീകരിച്ചാൽ പോലും അത് സ്തംഭനാവസ്ഥയിൽ തുടരുന്നതിന് കാരണക്കാരൻ കൂടിയാണ് ഇയാൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇസ്രായേൽ പറയുന്നത് ആയിരക്കണക്കിന് ഇസ്രായേലി പൗരന്മാരെയും സൈനികരെയും കൊലപ്പെടുത്താനും തട്ടിക്കൊണ്ടുപോകാനും പീഡിപ്പിക്കാനും ഇയാൾ പലപ്പോഴും കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ ഒരു എതിരാളിയാണ് അവർ കൊലപ്പെടുത്തിയത് എന്ന അവകാശവാദം കൂടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.